കള്ളപ്പണക്കേസിൽ കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ ഇഡി 10 തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഹാജരാകാത്തതിന് വിശദീകരണം നൽകുകയോ കാരണം കാണിക്കുകയോ ചെയ്യാത്തത് ക്രിമിനൽ കുറ്റമെന്നും ഇഡി. അഹമ്മദ് മുജ്തബ ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാൻ. മുജ്തബ, എന്താണ് കേസ്? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? PMLA സെക്ഷൻ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് ചെയ്ത ഒരു വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകേണ്ട ബാധ്യത ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ വാദം. മാത്രമല്ല, ഇതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ കോടതിയിലും അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നെങ്കിൽ പോലും ആ ജാമ്യാപേക്ഷ തള്ളുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കോടതികൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഇഡി അയക്കുന്ന സമൻസ് തുടർച്ചയായി അവഗണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കോടതിയെ സമീപിക്കാൻ, പ്രത്യേകിച്ച് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി പോലെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ ഇഡി തുനിഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ 10 സമൻസ് ഈ അനീഷ് ബാബുവിനും മാതാവിനും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു മറുപടിയോ അല്ലെങ്കിൽ ഹാജരാകാൻ കഴിയാതിരുന്നതിനൊരു വിശദീകരണം നൽകാനോ ഇവരുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വ്യക്തി അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കർശനമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇഡി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ഈ പുതിയ പരാതിയിലുള്ള. നേരത്തെ തന്നെ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ചില കള്ളപ്പണ ഇടപാട് PMLA സെക്ഷൻ പ്രകാരമുള്ള നടപടികളാണ് ഇഡി കൈക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് ചോദ്യം ചെയ്യലിനുള്ള മൊഴിയെടുക്കലിനോ മറ്റു നടപടികളിലേക്കോ പോകാൻ അനീഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നൊരു സഹകരണമില്ല. അത് ക്രിമിനൽ നടപടി പ്രകാരം കുറ്റകരമാണ് ഈ സമൻസിന് മറുപടി നൽകാത്തത് എന്നാണ് ഇഡിയുടെ വാദം.